എന്തൊക്കെയാണ് സ്കൂളിലെ വിശേഷം? 10 days കഴിഞ്ഞിട്ടല്ലേ ഇന്ന് പോയത്. ഇന്ന് എന്തെല്ലാം ഉണ്ടായി ക്ലാസ്സില്? ക്ലാസ് ഒക്കെ സ്റ്റാർട്ടായോ? അമ്മ ഇന്ന് നല്ല രസമായിരുന്നു. ക്ലാസ് എല്ലാം സ്റ്റാർട്ടായി. ഇന്ന് ട്രാൻസ്പോർട്ടേഷൻ്റെ എല്ലാം പഠിപ്പിച്ചു EVS. പിന്നെ ഇംഗ്ലീഷിൽ എസ് പഠിപ്പിച്ച്, പിന്നെ മാത്സിൽ റിവിഷൻ ഉണ്ടായിന്, മലയാളത്തിൽ പുതിയ കാറ്റിന്റെ പാട്ടെല്ലാം പഠിപ്പിച്ചിന്. ഓ, അങ്ങനെ നമ്മുടെ പണി വീണ്ടും സ്റ്റാർട്ടായല്ലേ കുട്ടിപണി? അമ്മ ഒരു കാര്യമുണ്ട്. നാളെയല്ലേ ന്യൂ ഇയർ? ആ അതെ മോളെ, എന്തേ? നമ്മളെങ്ങനെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നേ? നമ്മള് അങ്ങനെ സെലിബ്രേറ്റ് ഒന്നും ചെയ്യലില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാം കാണാൻ പോവാം കേട്ടോ. ആ അതല്ല അമ്മ കാര്യം. നമുക്ക് നാളെ സ്കൂളിൽ ന്യൂ ഇയർ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അമ്മക്കറിയാതെ? ആ പിന്നെ അറിയാതെ. അമ്മ സ്കൂളിലെല്ലാം പഠിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള കളികളൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം ഗിഫ്റ്റ് ഒക്കെ കൊണ്ടു കൊടുക്കും ന്യൂ ഇയർ ഫ്രണ്ടായിട്ട് കിട്ടിയ ആൾക്ക്. ആ അതേപോലെ തന്നെ അമ്മ ഇതും. പക്ഷെ മിസ് പറഞ്ഞ് നമ്മളെ വീട്ടിൽ നിന്ന് ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കിയിട്ടാ കൊണ്ടുപോണ്ടേ, വാങ്ങിയിട്ടൊന്നും കൊണ്ടുപോവര് പറഞ്ഞിനി. അതെയോ? ആരാ ഗ്രീറ്റിംഗ് കാർഡ് ആക്കുക? മോളാണോ അമ്മയാണോ ആക്കണ്ടേ? അമ്മേ, നമ്മളെ ഫ്രണ്ടിന് കൊടുക്കുന്നല്ലേ, അപ്പൊ നല്ല വൃത്തിയിലുള്ളല്ലേ ആക്കണ്ടേ. അമ്മ എനിക്ക് ആക്കി തരുവാ? അതിനെന്താടെ തക്കുടു, അമ്മ ആക്കി തരാം കേട്ടോ. അച്ഛനെ വിളിച്ചു പറയട്ടെ സാധനമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. ഹലോ, ആ ഏട്ടാ, തിരക്കാണോ? ആ അതില്ലേ, വൈകുന്നേരം വരുമ്പോ 1-2 സാധനങ്ങൾ വാങ്ങാനുണ്ട്. അത് കുട്ടിമണിക്ക് നാളെ ഗ്രീറ്റിംഗ് കാർഡ് ആക്കി കൊടുക്കണം പോലും, ന്യൂ ഇയർ ഫ്രണ്ടിന്. അപ്പോൾ അവരെന്തോ ഇങ്ങനെ ലോട്ട് എടുത്തിട്ട് കിട്ടുന്ന ഫ്രണ്ടിൻ്റെ ഒരു പേര് കിട്ടുമല്ലോ, അപ്പോൾ അവർക്ക് നമ്മളാക്കിയ ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കണം പോലും. ആ സ്കൂളിൽ നിന്ന് പറഞ്ഞതാന്ന് അവൾ പറയുന്നത്. ആ മിസ് പയ്യ ഗ്രൂപ്പിൽ ഇടുമായിരിക്കും. അതെ. ആ അതിന് കുറച്ച് സാധനം വാങ്ങണം. കളർ പേപ്പർ, ഗമ്മ്, പിന്നെ ഗ്ലിറ്ററ്, സ്റ്റിക്കറ്. ആ ഞാൻ വാട്സപ്പിലൊന്ന് അയച്ചിടുകയും ചെയ്യാം. മറക്കാണ്ട് വാങ്ങിക്കണേ, നാളെയാണേ പ്രോഗ്രാം. ആ ശരി, എന്നാ ഇറങ്ങുമ്പോൾ വിളിക്ക്. ഓക്കെ ഏട്ടാ, ബൈ. കുട്ടിമണി, മുള്ളൂട്ടി അമ്മ അച്ഛനെ വിളിച്ച സാധനം എല്ലാം വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അച്ഛൻ സന്ധ്യക്ക് വരുമ്പോൾ എല്ലാം കൊണ്ടുവരുന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ മോക്ക് അടിപൊളി ഗ്രീറ്റിംഗ് കാർഡിനെ ആക്കി തരും കേട്ടോ. മോളെ, ഇതൊക്കെ അച്ഛൻ കൊണ്ടുവന്ന സാധനങ്ങളാ. നിനക്ക് ഗ്രീറ്റിംഗ് കാർഡ് ആക്ക്. ഒന്നും എടുക്കാൻ പാടില്ല, അമ്മ ഉണ്ടാക്കി തരും. എന്തേലും എടുത്താ പിന്നെ എല്ലാം മോശമായി പോകും. പിന്നെ മോക്ക് ഗ്രീറ്റിംഗ് കാർഡ് ഒന്നും ആക്കാൻ കഴിയില്ല കേട്ടോ. ഞാനൊന്നും തൊടൂല. എന്തെല്ലാം സാധനം ഉള്ളേന്ന് നോക്കിക്കോട്ടെ വെറുതെ. അതൊക്കെ നോക്കിക്കോ, പക്ഷെ ഒന്നും ചീത്തയാക്കാൻ പാടില്ല കേട്ടോ. ഗ്രീറ്റിംഗ് ആക്കേണ്ട കാർഡ്ബോർഡ് ഉണ്ട്, പിന്നെ കൊറേ കളർ പേപ്പേഴ്സ് ഉണ്ട്. ഇവിടെ നോക്കിയേ, എന്തെല്ലാം അച്ഛൻ വാങ്ങിയ മാർക്കറ്. ഇതെന്തിനാ മാർക്കർ ഗ്രീറ്റിംഗ് കാർഡ് ആക്കാൻ? അതില്ലേ മോളെ, അതിന് ബോർഡർ വരക്കാനാണ് കേട്ടോ കണ്ണാ. ഓക്കെ. പിന്നെ ഉള്ളത് സ്കെച്ച് പെൻ, സ്റ്റാറിന്റെ കൊറേ സ്റ്റിക്കേഴ്സ്. അമ്മ ഇതിലൊരെണ്ണം എന്റെ കയ്യിൽ ഒട്ടിച്ചേരുവാ. നല്ല രസമുണ്ട്, നല്ല കളറ്, റെഡ് കളർ. എന്റെ ടൈറ്റ് കളക്കായ സ്റ്റാർ. ഗ്ലിറ്റർ പെന്ന് നോക്കിയേ അമ്മേ. ഇത് അമ്മ എടുത്തിട്ട് കഴിഞ്ഞാൽ അനക്ക് തരുവാ പിന്നെ ചിത്രം വരക്കാൻ. എന്റെ യൂസ് കഴിഞ്ഞ് ഞാൻ ഗ്രീറ്റിംഗ് കാർഡിലെ ആക്കി കഴിഞ്ഞാല് മോളെടുത്തോ കേട്ടോ. അടിപൊളി ലവിന്റെ സ്റ്റിക്കർ. ഇങ്ങനത്തെ എനിക്ക് ഇഷ്ടം അമ്മേ. ഇത് നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. അമ്മ എനിക്ക് കുറച്ച് ഇതിനകത്തുനിന്ന് ഗ്ലിറ്റർ തരുവാ, എനിക്ക് കളിക്കാനേനും പ്ലീസ്. അയ്യോ, ഗ്ലിറ്റർ എടുത്ത് കളിക്കർ മോളെ. ഗ്ലിറ്റർ ഫേസിലെല്ലാം ആയാലും ചൊറിയും. അത് വെറുതെ എടുത്ത് കളിക്കാൻ പാടാട്ടോ. അമ്മ ഇത് ഗ്രീറ്റിംഗ് കാർഡിൽ ഇത് ആക്കാൻ വേണ്ടിയിട്ടല്ലേ, സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ടല്ലേടാ. മണി മോളെ, ഇതാ നോക്ക്, അമ്മ ഗ്രീറ്റിംഗ് കാർഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നോക്കിയേ നീ, ഇത് മതിയോ നോക്കിയേ. ഹായ്, നല്ല കാർഡാണല്ലോ അമ്മ ആക്കിയത്. എനിക്ക് ഇഷ്ടമായി അമ്മ. ഇതെന്റെ ഫ്രണ്ട്സിന് എന്തായാലും ഇഷ്ടാവും. ഞാൻ നാളെ സ്കൂളിൽ പോകുമ്പോ ഇത് കൊണ്ടുപോവേ. മോളെ, എന്നാ അതെടുത്ത് ബാഗിൽ കൊണ്ടൊക്കെ വാ. എന്നിട്ട്
ചോദിക്കാലോ.